പക്ഷേ ഈ ഒഗനക്കലിൻ്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങോട്ട് നോക്കിയാ മുള്ളൻകൊല്ലി വേലായുധം തടി പിടിച്ചിരുന്ന സ്ഥലമാണ് എൻ്റെ കുഞ്ഞു മക്കളെ. കാണ്. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരം, കുന്നുകളും മലകളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ ഒരു ഭൂപ്രകൃതി. സഞ്ചാരികളേറെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ഒരിടം. ഹൊഗ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ പുക എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ നഗൽ എന്നാൽ പാറയും. അതെ, വെള്ളത്തിലെ പാറകൾക്കിടയിൽ നിന്ന് ഒരു പുക വരുന്ന മായാജാല വിസ്മയ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഈ ഒരു നാട് ഹൊഗെ നഗൽ. അതിലുപരി നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരിടം കൂടിയാണ് കേട്ടോ ഇത്. മുള്ളൻകൊല്ലി വേലായുധൻ തടി പിടിച്ചിരുന്ന ആ ഒരു നദി, ആ ഒരു ഗ്രാമം, ഈ ഒരു സ്ഥലം, ഈ ഒരു ഭൂപ്രകൃതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കുട്ടവഞ്ചിയിൽ കയറി 36 വാട്ടർഫോൾസ് കാണുന്ന ഒരു മെയിനായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇത്. ഇന്ത്യയിൽ തന്നെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വാട്ടർഫോൾസ് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സമയം, സാഹചര്യം അതിന് അനുയോജ്യമല്ല. മഴ അധികമായതുകൊണ്ട് തന്നെ സഞ്ചാരികളെ കടത്തിവിടാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഇവിടെ കാലുകുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ നാടിനെ അറിയാം, നാട്ടിലെ ആളുകളെ അറിയാം, അവരുടെ ജീവിതങ്ങളെ അറിയാം. അപ്പോൾ പിന്നെ വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ അങ്ങോട്ട് വീഡിയോയിലേക്ക് പോകാം. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നൈസായിട്ട് ഫോണിലും പോകലിട്ടിട്ട് അങ്ങോട്ട് കയറി ചെന്നോ, വലിയ വിഷയമൊന്നുമില്ല, ഷൂട്ട് ചെയ്യാണെന്ന് കാണിക്കണ്ട, അങ്ങോട്ട് കയറി ചെന്നോന്ന് പറയണത്. നമ്മളവിടെ തടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റ് ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടെ എൻട്രൻസിൻ്റെ അവിടെ നമ്മളെ തടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ടൂറിസ്റ്റിന് അലൗഡല്ല. 10 ദിവസത്തേക്ക് തണ്ണി അധികമാ വരെ. ഇവിടെ ഇത്രത്തോളം തണ്ണി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രത്തോളം ഇവിടെ ഒരു ഫോൾസിൽ വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഫാൾസിൽ നല്ല സീനായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റിനൊന്നും അലൗഡല്ല. കുളിക്കാനോ കാര്യങ്ങൾക്കോ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോലും അലൗഡല്ല. എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടാ. ഞാൻ പറഞ്ഞു ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ, ഞാൻ ഇവിടുത്തെ അപ്ഡേറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നടക്കണില്ല ഗൈസ്. എന്തായാലേ, മുള്ളൻകൊല്ലി വേലായുധം തടി പിടിച്ചിരുന്ന നദിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇതിലാണ് ഓരോ ആടും കോഴി വാഴയും തടികളും എല്ലാം വന്നുകൊണ്ടിരുന്നു കേട്ടാ. നോക്കിയേ, ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിനേക്കാളും സീനാണ് ഇവിടുത്തെ പുഴ. കടലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് തിരിച്ച് തള്ളും, ബോഡിയെങ്കിലും കിട്ടും വീട്ടുകാർക്ക്. പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ പുഴ, അത് ബോഡി പോലും തിരിച്ച് കിട്ടില്ല എന്നാണ് പറയണത്. അങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്ന പറയണത് കേട്ടോ. അത്ര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്, അത്ര ഡേഞ്ചറായിട്ടുള്ളൊരു സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രത്തോളം ഈ ഒരു സമയത്ത് ഇത്രത്തോളം പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഏറ്റവും ഹൈറ്റിലുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾസ് കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ പോവാതെ തന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത്രയും ദൂരത്ത് നിന്ന് ഞാനും ഇവിടെ വന്ന കുരങ്ങന്മാർ നോക്കിയാൽ ഗ്രില്ലിട്ടുകയാണ് കേട്ടോ. ഇവിടെ തൂങ്ങി പിടിച്ചിട്ട് നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ കയ്യും കാലും പിടിച്ചിട്ട് ഓണറോട് സംസാരിച്ചിട്ട് കയറി കണ്ടോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ദൂരം വന്നിട്ട് നമ്മളിത് കാണാതെ പോയി കഴിഞ്ഞാൽ എത്ര കയ്യും കാലും പിടിച്ചെന്ന് അറിയോ പോലീസുകാരടുത്ത്. പക്ഷെ ഒരു വഴിയില്ല കേട്ടോ. ഞാൻ കുറേ ചോദിച്ചു, ഞാൻ SI നോട് പക്ഷെ നടന്നില്ല ഗൈസ്.
അവസാനം ഈ ഒരു വഴിയല്ലാതെ വേറൊരു വഴിയില്ല, ഫാൾസ് കാണാനായിട്ട് ഈ ഒരു വഴിയല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിൽ തുറന്നില്ല. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഹൈറ്റിലൊരു ടവർ നിൽക്കുന്നുണ്ട്, ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കാണില്ല? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ ആരോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ, ഫാൾസ് ഒന്നും കാണാനില്ല കേട്ടോ. ഞാൻ ഫാൾസ് കാണുമെന്ന് വിചാരിച്ച്, അതായത് ഈ ഒരു പോർഷനിലാണ് ഫാൾസ് വരുന്നത്. പക്ഷേ അവിടെ കുറച്ച് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫാൾസ് ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ പോയിട്ട് എടുത്ത ക്ലിപ്പുകൾ ഇത് അവിടെ നിന്നായിരുന്നു. ഇവിടെയാണ് ഗേറ്റ് വരുന്നത്, എൻട്രൻസ് ഗേറ്റ് വരുന്നത്. പക്ഷേ ഒരു വഴിയില്ല, ഇവിടുന്ന് ഫാൾസ് കാണാനൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നിട്ട് നമുക്ക് കാഴ്ചകൾ പകർത്താൻ കഴിയും കേട്ടോ. അങ്ങനൊരു കാര്യം കിട്ടി നമുക്ക്. എന്തായാലും ഐഡിയ 3G ആയി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കുറച്ചുകൂടെ ഉയരത്തിൽ ഇതണ്ട. നമ്മളിപ്പോൾ എത്രത്തോളം ഉയരത്തിലാണ് നോക്കിയാൽ, താഴോട്ട് നോക്കിയാൽ. അപ്പോൾ ഇത്രത്തോളം ഉയരത്തിൽ നിന്നിട്ട് കഷ്ടപ്പെട്ട് ഇറന്നിട്ടാണ് കേട്ടോ, വെറുതെ നല്ല. മാനേജറടുത്ത് പോയി ചോദിച്ച് ഇതെന്തോ ഇതിൻ്റെ താഴെ എന്തോ റൂം, റെസ്റ്റോറൻറ്റ്, പിന്നെ ലോഡ്ജ്, ബാറ് എല്ലാം കൂടി വരുന്നൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഒരുപാട് തവണ മാനേജറടുത്ത് പോയി ചോദിച്ച് ആളാണ് എനിക്ക് സെറ്റാക്കി തന്നത് കേട്ടോ. ഓണറിനെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച്, ഞാനൊന്ന് സംസാരിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു പെർമിഷൻ കിട്ടിയത്. അവർ പറഞ്ഞ് ഇവിടെ എന്തിനും കയറി നോക്കണോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണില്ലല്ലോ. അപ്പം എനിക്കൊരു ചെറിയ ഡൗട്ട്, ഇവിടുന്ന് കാണാമായിരുന്നു. പക്ഷേ അവിടെ ആ മരങ്ങൾ കണ്ടോ, ആ മരങ്ങളില്ലായിരുന്നെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വാട്ടർഫാൾസ്, ഏതെങ്കിലും ഒരു ഫാൾസ് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് എന്തായാലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു അവസ്ഥ വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ നിൽക്കുന്നുണ്ട്, ഒരുപാട് കുരങ്ങന്മാർ. ഇതിൻ്റെ മേലെ കയറാൻ പറ്റുമെന്നാവോ? എത്രത്തോളം ഉയരത്തിലോട്ട് കയറാൻ പറ്റുമോ അത്രത്തോളം ഉയരത്തിലോട്ട് കയറാം. അണ്ണാ ഇതൊക്കെ മേലെ ഏറ മുടിയുമാ? ഇതൊക്കെ മേലെ குரங்கு விடாதா? விட மாட்டீங்களா அண்ணா? எங்க அல்லா படைச்சோன்னே பனிப்பாளி குரங்கு சீனாണോ അണ്ണാ? നമ്മ ബിൽഡിങ് താനേ കുരങ്ങനെ എല്ലാം ആട്ടി വിട്, പടക്കത അത് ഇരുന്നാ വെടിച്ചിട്. അപ്പോൾ കുറച്ചുകൂടെ ഉയരത്തിൽ കയറട്ടോ. ഇവിടുന്ന് നോക്കിയിട്ട് നമുക്ക് ഫോൾസ് കാണാമല്ലോ. ഫോൾസ് കാണാതെ രക്ഷയില്ല. അണ്ണാ ഏതാവത് വടിയോ സ്റ്റിക്ക ഏതാവത് ഇരുന്നാ കൊടുക്കണ്ണ. കുരങ്ങനൊക്കെ ഞാൻ നോക്കിക്കോളാം, വിഷയമില്ലാത്ത കേസാ. കള്ളതായ വേണ്ട നീ. വേണ്ട 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 ഞാനില്ലേ കളിക്ക്. ആളെ കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് പോയി കണ്ടോട്ടറാ, ഞാനൊന്ന് പോയി കണ്ടിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോട്ടെ. എന്തിനാണ് ഒരു ഓലപ്പടക്കം ഉണ്ടായിരുന്നെങ്കിലല്ലോ, ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പറക്കും കുരങ്ങന്മാരൊക്കെ. ആണോ എനിക്കൂടെ വരിക? കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നിട്ട് ആ ഒരു ഫാൾസ് കാണാതെ ഒരു സമാധാനം കിട്ടുന്നില്ല ഗൈസ്. കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ, ടാസ്ക്കാണ്. ഇതിലൂടെ കയറി പോകണം. ഇതൊരു ഉണ്ടോ ഇതുപോലത്തെ ഒരു സ്റ്റെപ്പാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് കാണാൻ കഴിയുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഹാ നല്ല കാറ്റിട്ടാ. അണ്ണാ കുരങ്ങന്മാർ നോക്കിക്കോളാ, നല്ല കാറ്റ്. ഞാൻ നോക്കിക്കോളാ നിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത് കേട്ടാ. അങ്ങോട്ട് നോക്കിയാ നല്ല കാറ്റ്. പക്ഷെ ഇവിടെ നിന്നിട്ടും നമുക്ക് ഫാൾസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഒഗനക്കലിന്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങോട്ട് നോക്കിയാ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി എന്ന് പറഞ്ഞ പൊളി, നല്ല കാറ്റ് ഇത്ര ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ. പക്ഷേ സീനാണ്, കുരങ്ങന്മാർ ഏത് നമ്മളെ അറ്റാക്ക് ചെയ്യാം. കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. കുരങ്ങന്മാർ മൊത്തത്തിൽ, കുരങ്ങൻ്റെ രാജാവാണത്. ആള് അവൻ വന്നിട്ട് കുറച്ച് സീനാക്കി, കുറച്ച് ചെറുതായിട്ടൊന്ന് പേടിച്ച്. കാരണം അപ്പുറത്തേക്ക് താഴേക്കുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചാടാനും പറ്റില്ല, ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല ഒരു അവസ്ഥയായി. നമ്മളവിടെ ബ്ലോക്ക് ചെയ്ത് കുറച്ച് ടീംസൊക്കെ വന്നിട്ട് എന്തായാലും എല്ലാത്തിനും എൻ്റെ കൂടെ കട്ടക്ക് ഈ ഒരു വടി എടുത്തിട്ട് ആൾ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം അത് കഴിച്ചലായിട്ടോ. ഒന്നാമത് ആളിനോട് പറഞ്ഞു അതിൻ്റെ മേലെ പോകാൻ പറ്റില്ല, കുരങ്ങന്മാരെ സ്ഥലമാണ്, സീനാണെന്ന് പറഞ്ഞ് ഒന്ന് ചെറുതായിട്ട് പേടിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. നമ്മൾ അറ്റാക്ക് ചെയ്യും, ഇപ്പം ചെയ്യും മേത്തേക്ക് ഇപ്പം ചാടുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. മൊത്തത്തിൽ വളഞ്ഞിട്ട് നമ്മളെ ചുറ്റിലും വളയില്ലേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിന്നിരുന്നത്. അത് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ചെറുതായിട്ടൊരു പേടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ കൂടെ കട്ടക്ക് നിന്നിട്ടുണ്ട് ആള്. അണ്ണാ ഉங்கள் പേര് சொல்லுங்கண்ணா? விஜயகாந்த். இந்த ஊரா? ஒகேனக்கல். தேங்க்ஸ் அண்ணா, ரொம்ப நன்றி.
ரொம்ப நன்றினா ரொம்ப நன்றி. எவ்வளோ டிஸ்டன்ஸ் இருந்தா இங்க வந்து உங்களுக்கு தெரியுதா? கேரளாவும் தவிர உங்க ஊரெல்லாம் பார்த்ததுக்கு அப்புறம் ஷூட் பண்ணி எங்க சப்ஸ்கிரைபர்ஸுக்கு பார்த்து காமிச்சு கொடுக்கறதுக்கு தான் நான் வந்தது. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ കുരങ്ങന്മാരെ കാണാനുമില്ല. പോട്ടാ ഇങ്ങ പറടാ കണ്ണേ, പോട്ടെ പോയിട്ട് വരേ. കള്ളപ്പന്നി ഇവനായിരുന്നു അവിടെ ഇരിക്കണണ്ടാ. കുറച്ച് ഡേഞ്ചർ ആയിരുന്നു കേട്ടാ. എന്തോ ഒരു ഭാഗ്യത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു 4 പട്ടാസ് ഉണ്ടെങ്കിലേ അടിപൊളിയായിരുന്നു. വാങ്ങണ കിള പോയിടാം. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേടിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ. കാരണം ഫുള്ള് കുരങ്ങന്മാർ നമ്മളെ വളഞ്ഞിട്ട് നമ്മളെ മേത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്ന. കാരണം അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്നോ അവർക്കൊരു ഡൗട്ട്, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് നമുക്കൊരു സംശയം. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമല്ല. അങ്ങോട്ട് ചാടാനും പറ്റില്ല, അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ചാവും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്ത് രക്ഷപ്പെട്ട് വന്നത്. എന്തിനും ഈ എൻ്റെ പുറകിൽ നിന്നോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ആള് ഫ്രണ്ടിൽ കയറി നിന്നു കേട്ടോ. ആളിൻ്റെ അടുത്ത് കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് നമുക്ക് കയറണ്ട, ഡേഞ്ചറാണ്, കുറച്ച് സീനാണ്, കുരങ്ങ് വിടാതെ, കുരങ്ങ് ഏരിയ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഉയരത്തിൽ, ഒരടി ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഫോൾസ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച്. എന്തായാലും നമുക്ക് മനോഹരമായിട്ടുള്ള ഹൊഗനക്കലിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വീഡിയോസുകളാണ്. ലേസായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.